നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി തൃത്താലയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. 57 വയസ്സുള്ള ഉഷാനന്ദിനിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുരളീധരൻ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചത്. കരുവാരക്കുണ്ട് വീണ്ടും കടുവാപ്പേടിയിൽ. പാന്ത്ര മദാരി എസ്റ്റേറ്റിന് സമീപം വീണ്ടും കടുവയെ കണ്ടു. നരഭോജി കടുവയെയാണ് കണ്ടതെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ്. കടുവയെ മുഖാമുഖം കണ്ടിട്ടും മയക്കുവെടി വയ്ക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. കോതകുറിശി സ്വദേശി മുഹമ്മദ് അലിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ ഒന്നാം പ്രതി കോതകുറിശി സ്വദേശി മുത്തു പിടിയിലാവാനുണ്ട്. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കോഴി ഫാമിൽ തീപിടുത്തം. ഒരു ദിവസം പ്രായമുള്ള 2700-ലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായതെന്ന് ഫാമുടമ ഷമീർ. എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവം. പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ കവർന്നതെന്ന് നേതാക്കൾ. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. ഇതുപുഴയിൽ കൃത്രിമ കയം ഉണ്ടാക്കുമെന്ന ആശങ്കയുമായി നാട്ടുകാർ. തടയണയുടെ നിർമ്മാണത്തിൽ അപാകതയെന്നും ആരോപണം. വിശദമായ വാർത്തകൾ നോക്കാം. പട്ടാമ്പി തൃത്താലയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പട്ടിത്തറ അരിക്കാട് കൊങ്ങശ്ശേരി വളപ്പിൽ 57 വയസ്സുള്ള ഉഷാനന്ദിനിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മുരളീധരനെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവ് മുരളീധരൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന ശബ്ദ സന്ദേശം അയച്ചത്. ഇതേ തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഉഷാനന്ദിനി മരണപ്പെട്ട നിലയിലായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. ഭർത്താവ് മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഉഷാനന്ദിനി മാസങ്ങളോളമായി തളർന്നു കിടപ്പിലായിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കരുവാരക്കുണ്ട് പാന്ത്ര മദാരി എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടു. ബുധനാഴ്ച വൈകിട്ട് 3-ന് കണ്ണത്ത് മലവാരം റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രികനാണ് കടുവയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും കടുവയെ നേരിൽ കണ്ടു. ഉദ്യോഗസ്ഥർ കടുവയെ മുഖാമുഖം കണ്ടിട്ടും മയക്കുവെടി വെക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ഞൾപ്പാറയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതുമൂലമുള്ള ഭീതി നിലനിൽക്കെയാണ് സുൽത്താന എസ്റ്റേറ്റിന് സമീപം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കടുവയെ നേരിൽ കണ്ടത്. ടാപ്പിൻ തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ റാവുത്തൻ മലയുടെ മറുഭാഗമാണ് കണ്ണത്ത് മലവാരം. നിരവധി തോട്ടം തൊഴിലാളികളും ഇവിടെ താമസിക്കുന്നുണ്ട്. കടുവയെ കണ്ടതോടെ ഇവിടെയുള്ള കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. കടുവയെ മുഖാമുഖം കണ്ടിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെക്കാൻ കൂട്ടാക്കിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കടുവയെ പിടികൂടാനായി ദൗത്യസംഘം മലമുകളിൽ ഏറെ നേരം തിരച്ചിൽ നടത്തി. നരഭോജി കടുവയെ തന്നെയാണ് പാന്ത്ര മേഖലയിൽ നിന്ന് കണ്ടതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. കോതകുറിശി സ്വദേശി കുമ്പളങ്കാട്ടിൽ മുഹമ്മദ് അലിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റിലെ ജോലി പരിചയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു തട്ടിപ്പ്. പാലപ്പുറം സ്വദേശിയായ ബേക്കറി ജീവനക്കാരൻ്റെ 2 മക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 8.57 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് അറസ്റ്റ്. ഒന്നാം പ്രതി കോതകുറിശി സ്വദേശി മുത്തു പിടിയിലാകാനുണ്ട്. ഒറ്റപ്പാലം സ്വദേശിയായ സുഹൃത്ത് വഴിയാണ് മുത്തുവും മുഹമ്മദ് അലിയും പാലപ്പുറം സ്വദേശിയെ പരിചയപ്പെട്ടത്. മുഹമ്മദ് അലിക്ക് നേരത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത പരിചയം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു തട്ടിപ്പ്. 2024 ജൂൺ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വിവിധ ഘട്ടങ്ങളിലായി പണം തട്ടിയത്. ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചത്. പാലപ്പുറം സ്വദേശിയുടെ മക്കളിൽ ഒരാൾ കാഴ്ചപരിമിതനാണ്. കേസിന് പിന്നാലെ മറ്റു ചിലരും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കോഴി ഫാമിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ദിവസം മാത്രം പ്രായമുള്ള 2720 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കല്ലായി ഷമീറിൻ്റെ കോഴി ഫാമിലാണ് തീ പടർന്നത്. തീ കത്തുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഷമീർ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ ഫാമിലേക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിരുന്നു. ഇവയ്ക്ക് തീറ്റയും വെള്ളവും നൽകി രാവിലെ 8 മണിയോടെ ഫാമിൽ നിന്നും ഷമീർ വീട്ടിലേക്ക് പോയി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാമുള്ളത്. വീട്ടിലെത്തിയ ഉടനെ കോഴിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴാണ് ഫാമിനകത്ത് തീ പടർന്നതായി കണ്ടത്. അകത്തു കയറി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും തീയിന്റെ ശക്തി ഭയങ്കരമായിരുന്നുവെന്ന് ഷമീർ പറഞ്ഞു. 2720 കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഷമീറിന് മിനിറ്റുകൾക്കുള്ളിൽ കൺമുന്നിൽ വെച്ച് നഷ്ടമായത്.
ഒന്നാകെ കത്തിപ്പിടിക്കുമ്പോൾ നമ്മളെ ജീവൻ തന്നെ ഭീഷണിയാവും വിചാരിച്ച് ഉള്ളിൽ കയറില്ല. നമ്മൾ സമീപവാസികളൊക്കെ പെട്ടെന്ന് വിളിച്ച് വരുത്തി പൈപ്പിട്ട് അടിച്ച് വെള്ളം അടിച്ച് കണ്ട് കുറച്ചൊക്കെ ശാന്തമാക്കി. അപ്പോഴേക്കും നമ്മൾ ഫാം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരുന്നു. വെള്ളപ്പാത്രങ്ങളും തീറ്റപ്പാത്രങ്ങളും ഷെഡിൻ്റെ ഷീറ്റുകളും വലകളും കോഴിക്കുഞ്ഞ് പൂർണ്ണമായിട്ടും 2720 കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇറക്കിയത്. ആ 2720 കോഴിക്കുഞ്ഞുങ്ങളും ചൂട് തട്ടിയപ്പോഴത്തേന് പെട്ടെന്ന് ആയിട്ട് അവർ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു ദയനീയമായൊരു സങ്കടത്തിലാണ് നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. മേൽക്കൂരയുടെ ഭാഗത്താണ് ആദ്യം തീ കണ്ടത്. വേനലിൽ ചൂടകറ്റാനായി ഇവിടെ മെടഞ്ഞു വച്ചിരുന്ന ഓലകളിലേക്ക് തീ പടരുകയായിരുന്നു. തകര ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയും കുടിവെള്ളം നൽകുന്നതിനായുള്ള പാത്രങ്ങൾ, പൈപ്പുകൾ, 5 ചാക്ക് കോഴിത്തീറ്റ, മേൽക്കൂരയിലെ അനുബന്ധ നിർമ്മിതികൾ എല്ലാം കത്തിനശിച്ചു. ഷമീർ ഒറ്റയ്ക്കായതിനാൽ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. സംഭവമറിഞ്ഞ് സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി വെള്ളമൊഴിച്ചും മറ്റുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഷമീർ പറഞ്ഞു. ഷമീറിന്റെ ഏക വരുമാന മാർഗമാണ് അഗ്നിക്കിരയായത്. നഷ്ടപരിഹാരം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിലുണ്ടായ മരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പൊൻപാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഉദ്ഘാടനം ചെയ്തു. ആന ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ മറുപടി കാട്ടിൽ നിന്നല്ലാതെ ആന വേറെ എവിടേക്കാണ് ഇറങ്ങുക എന്ന് ചോദിക്കുമ്പോൾ അതേ ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നത് ഈ ആനയെ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിനകത്തേക്ക് വിട്ടാൽ അവിടെ ഇരിക്കാൻ ഫോറസ്റ്റുകാർക്ക് ധൈര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ആളുകളെ കൊന്നു കഴിയുമ്പോൾ ഒരു സമരം നടത്തി കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ആൾ മരിക്കുന്നത് വരെ കാവലിരിക്കുന്ന DFOന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, നിയോജക മണ്ഡലം സെക്രട്ടറി അനു എസ് ബാലൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം സിഗ്ബത്തുള്ള, കോൺഗ്രസ് നേതാക്കളായ റസാഖ് മംഗലത്ത്, NK മുഹമ്മദ് ബഷീർ, റഫീഖ് കൊടക്കാട്, കെ സണ്ണി, ഹമീദ് പടുക്കുണ്ടിൽ, കെ സത്യപാലൻ, അലി പൂളമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ താഴേക്കോട് വീടിൻ്റെ 2ാം നിലയുടെ മുകളിൽ സെന്ററിംഗ് പ്രവൃത്തി നടത്തുന്നതിനിടെ ചുവരും സ്ലാബും കട്ടിളയും ഉൾപ്പെടെ പൊളിഞ്ഞ് ദേഹത്തേക്ക് വീണ് പരിക്കേറ്റ് തൊഴിലാളി മരിച്ചു. വെള്ളിനേഴി നെല്ലിപ്പറ്റ വീട്ടിൽ 31 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന തൊഴിലാളിക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 11-ന് പെരിന്തൽമണ്ണ താഴേക്കോട് വീട് പണിയിൽ ഏർപ്പെട്ടു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 2ാം നിലയുടെ സൺഷെയ്ഡിന് സെന്ററിംഗ് നടത്തുന്നതിനിടെ ചുമർ ഇടിയുകയായിരുന്നു. താഴെ വീണ അജിത്തിന്റെ ദേഹത്തേക്ക് ചുമരും ജനലിന്റെ മുകളിലെ സ്ലാബും കട്ടിലയും. നാട്ടുകാരെത്തി അജിത്തിനെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അജിത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന വെള്ളിനേഴി തോടുകാട്ടിൽ വീട്ടിൽ അറുമുഖനും പരിക്കേറ്റു. അറുമുഖൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാമകൃഷ്ണനാണ് മരിച്ച അജിത്തിന്റെ അച്ഛൻ. വിജയകുമാരി അമ്മയാണ്. രഞ്ജിത്ത്, ശ്രീജിത്ത് എന്നിവർ സഹോദരങ്ങളാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക 30,000 ആക്കിയതിൽ പ്രതിഷേധവുമായി BJP. ബുധനാഴ്ച നടന്ന ഭരണസമിതി യോഗം BJP മെമ്പർമാർ ബഹിഷ്കരിച്ചു. 2010-ൽ വാണിയംകുളത്ത് പ്രവർത്തനമാരംഭിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം 15 കൊല്ലം കഴിഞ്ഞ് പണി പൂർത്തിയാവാതെയാണ് 23-ാം തീയതി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് എന്നാണ് BJP പറയുന്നത്. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച പഞ്ചായത്തിൽ നടന്ന യോഗം BJP അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഓഡിറ്റോറിയത്തിന് 30,000 രൂപ 24 മണിക്കൂറിന് വാടക ഈടാക്കണമെന്നതായിരുന്നു 4ാമതായി പഞ്ചായത്ത് വെച്ച അജണ്ട. വാണിയംകുളത്ത് 10,000 രൂപ നിരക്കിൽ ഒട്ടനവധി ഓഡിറ്റോറിയങ്ങൾ ലഭിക്കവേ സാധാരണക്കാരൻ്റെ ആശ്രയമാകേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി വലിയ വാടകയാണ് CPM ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി ഈടാക്കാൻ ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ല, ഇത് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ 30,000 രൂപ വേണമെന്നാണ് ഒരു ദാർഢ്യത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ വാണിയംകുളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും. അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കേണ്ട, പഞ്ചായത്ത് കൊടുക്കേണ്ട ഈ ഓഡിറ്റോറിയം വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി
ഒരു പൂർത്തിയാകാത്ത ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. കല്യാണ ഹാളിലേക്ക്, കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാവും, ഭക്ഷണം കഴിക്കുവാനുള്ള മേഖലയിൽ മേശയും കസേരയും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അടുക്കളയിൽ വെക്കുവാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും, വിളമ്പുവാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും, ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് ശൗചാലയം ഉണ്ടാവും. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശൗചാലയത്തിലേക്ക് ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ഇനി ഒരിക്കലും മൂത്രമൊഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്ന തരത്തിൽ മൂക്കുപൊത്തി അതിന്റെ ഉള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതേ തുടർന്ന് 23 നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ BJP അംഗങ്ങൾ മാറി നിൽക്കാനാണ് തീരുമാനം. പാർട്ടി മെമ്പറും പാർലമെന്ററി പാർട്ടി ലീഡറുമായ AP പ്രസാദ്, AC സുബ്രഹ്മണ്യൻ, U പ്രസീത, KT ആശാദേവി, TG ശാലിനി, മണ്ഡലം ജനറൽ സെക്രട്ടറി ജയരാജ്, മണ്ഡലം സെക്രട്ടറി P വിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. എന്നാൽ പുഴയിൽ കൃത്രിമ കയം ഇതിന്റെ ഭാഗമായി രൂപപ്പെടുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. 8 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ വിഭാവനം ചെയ്തിട്ടുള്ളത്. തിരുവേഗപ്പുറ, മൂർക്കനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാനുള്ള നടപടികളാണ് വീണ്ടും പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തുറമുഖ സർവേ വിഭാഗം പുഴയിൽ പരിശോധന നടത്തി. പുഴയിലെ മണലിന്റെയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും പരിശോധിക്കുകയാണ് സർവേയിലൂടെ. റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്ത് 1 കിലോമീറ്ററും താഴെ 1/2 കിലോമീറ്ററും ദൂരത്തിലാണ് മണ്ണും മണലും നീക്കം ചെയ്യാൻ നേരത്തെ ധാരണയായിരിക്കുന്നത്. റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യം മുഹമ്മദ് മൂസിൻ MLA നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. എന്നാൽ പുഴയിലെ മണ്ണും മണലും നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ കൃത്രിമ കയ നിർമ്മാണമാണ് നടക്കാൻ പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പദ്ധതിയുടെ നിർമ്മാണത്തിലെ അപാകതകൾ മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയെന്നും ആക്ഷേപമുണ്ട്. പദ്ധതിയിൽ ഉദ്ദേശിച്ച പോലെ ജലം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നതിനാലാണ് കയ നിർമ്മാണമെന്നും ഇത് ഭാവിയിൽ സമീപ പ്രദേശത്തെ കിണറുകളെയും കുളങ്ങളെയും വലിയ തോതിൽ ബാധിക്കുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക. 8 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ വിഭാവനം ചെയ്തത്. ഇതിനാവശ്യമായ വെള്ളം നിലവിലെ അവസ്ഥയിൽ സംഭരിക്കാൻ കഴിയില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൊണ്ട് 70 കോടി ചെലവാക്കിയിട്ടുള്ള ഈ ഒരു പദ്ധതി കൊണ്ട് കാര്യമായിട്ടുള്ള വെള്ളം സംഭരിക്കാൻ ഇവർക്ക് കഴിയില്ല. നിലാപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പേരിലാണ് ഇത് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ വിട്ടിട്ടാണ് മൂർക്കനാട് നിലാപറമ്പ് പമ്പ് ഹൗസ് ഉള്ളത്. അങ്ങോട്ട് വെള്ളം എത്തിക്കാൻ ഇതുകൊണ്ട് കഴിയില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ ഇതാ പുതിയൊരു പമ്പ് ഹൗസ് കണ്ടിട്ടുണ്ടാവും. ഇതിനോട് തൊട്ട് ചാരിയിട്ട് ഒരു 20-30 മീറ്റർ സമീപം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്, പുഴയിലേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ പാലത്തിലൂടെ അടിയിലൂടെ വെള്ളം സുഗമമായി ഒഴുകേണ്ടതിന് 1 കിലോമീറ്റർ മുകളിലേക്ക് മൂർക്കനാട് വരേക്കും 1 കിലോമീറ്ററിൽ മണ്ണും മണലും നീക്കണം എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ 1/2 കിലോമീറ്റർ താഴെ പിന്നെ പുറമണ്ണൂർ ഭാഗത്തേക്ക് അവിടേക്കും ഒരു 1/2 കിലോമീറ്റർ താഴെ മണ്ണും മണലും നീക്കണം എന്നുള്ളതാണ്. അങ്ങനെ പുഴ ആഴം കൂട്ടണം. അതായത് ഫലത്തിൽ എന്താ വരുന്നത് വെച്ചാൽ ഈ മൂതിക്കയം ഒരു 1.5 കിലോമീറ്റർ നീളത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ആശയമാണ് അവർ അതിലൂടെ കൊണ്ടുവരുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പാലത്തിൽ വെള്ളം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രളയ ഭീഷണി നാട്ടുകാർ നേരിടുന്നുണ്ട്. അതിന് പുറമെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഈ പമ്പ് ഹൗസിൽ നിന്ന് ഈ കയത്തിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ കയത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പരിസരത്തെ വീടുകളിലൊന്നും പിന്നെ വെള്ളം ഉണ്ടാവില്ല. അതായത് ഇവർ 8 കിലോമീറ്ററിലേക്ക് വെള്ളം കൊണ്ടുപോകും, എത്തിക്കും, കെട്ടി നിർത്തും എന്ന വാഗ്ദാനം കൊണ്ടാണ് ഇവിടെ പാലം പണി ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ പാലം ഫൗണ്ടേഷൻ ഉയരം കുറച്ചത് കാരണം അത് ഒരു 3 കിലോമീറ്റർ പോലും എത്തും എന്നുള്ള സാധ്യതയില്ല. നിലാപറമ്പ് കുടിവെള്ള പദ്ധതിയിലേക്കുള്ള അതിൻ്റെ പമ്പ് ഹൗസിലേക്കുള്ള ദൂരം 4 കിലോമീറ്ററാണ്. അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോൾ 1 കൊല്ലമായിട്ടുള്ളൂ ഈ പുതിയ പമ്പ് ഹൗസ് ഇതിൻ്റെ അകത്ത് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൃത്രിമമായിട്ടുള്ള കുളത്തിൽ നിന്ന് അവരുണ്ടാക്കിയിട്ട് ആ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ പരിസരത്തുള്ള നാട്ടുകാരിൽ നിന്ന് അവരുടെ കിണറുകളിൽ നിന്നെല്ലാം വെള്ളം താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ട്. മഴക്കാലത്ത് പദ്ധതിക്ക് സമീപം വെള്ളപ്പൊക്ക ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും നാട്ടുകാർ പറഞ്ഞു. 2020 69 കോടി രൂപ ചെലവഴിച്ച് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2024 മെയ് മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തിയായി. പാലത്തിലേക്കുള്ള റോഡിന്റെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ആയിട്ടില്ല. റോഡ് നിർമ്മാണം നടപ്പാക്കാനുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടും റെഗുലേറ്ററിൽ ജലസംഭരണവും തുടങ്ങാനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി വാർഡുകൾ തോറും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി. ബുധനാഴ്ച രാവിലെ പട്ടാമ്പി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും പകർച്ചവ്യാധികൾ പടർന്നു വരുന്നതായി യോഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. അതുപോലെ സേനകളെയും നമ്മൾ സജ്ജരാക്കിയിരുത്തിക്കൊണ്ട് ഈ ഡെങ്കു എന്ന വിപത്ത്, ഡെങ്കു മാത്രമല്ല ഇപ്പോൾ എലിപ്പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, എല്ലാവിധ
പകർച്ചവ്യാധികളും ഇപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓമല്ലൂർ പഞ്ചായത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ ഡെങ്കു കൂടുതൽ പടർന്നു പിടിച്ചു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ആലോചനാ യോഗത്തിൽ തീരുമാനമായി. കൊതുക് നശീകരണം, ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകൾ തോറും നടത്താനും തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. യോഗത്തിൽ വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിന്റെ 38ാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിക്കും. കാറൽമണ്ണയുടെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് വാർഷികാഘോഷം ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി ആചാര്യൻ പത്മശ്രീ വാഴയങ്കട കുഞ്ചുനായരുടെ സ്മരണാർത്ഥം രൂപം കൊണ്ടതാണ് കാറൽമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ്. കഥകളി മേഖലയിൽ കുഞ്ചുനായർ തുടങ്ങിവെച്ച പരിശ്രമങ്ങളുടെ തുടർച്ചയും വളർച്ചയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി ശില്പശാലകളും ചൊല്ലിയാട്ട കളരികളും കഥകളി ഉത്സവങ്ങളും പ്രതിമാസ കഥകളി അവതരണവും കലാസംബന്ധിയായ കൃതികളുടെ പ്രസിദ്ധീകരണവും ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കഥകളിയോടൊപ്പം തന്നെ കൂടിയാട്ടം ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകളുടെ അവതരണവും സംവാദവും സംഘടിപ്പിക്കാനും കുഞ്ചുനായർ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി നൃത്തപരിപാടികളും ക്ലാസിക്കൽ കലകളെ മുൻനിർത്തിയുള്ള സെമിനാറുകളും കുഞ്ചുനായർ ട്രസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ട്രസ്റ്റിന്റെ 38ാം വാർഷികാഘോഷം കാറൽമണ്ണയുടെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാറൽമണ്ണയിലെ നാടോടി കലാരൂപങ്ങളുടെയും ശാസ്ത്രീയ കലകളുടെയും പ്രയോക്താക്കളായ എല്ലാ കലാകാരന്മാരുടെയും ഒരു സമ്മേളന വേദിയായാണ് ട്രസ്റ്റിന്റെ 38ാം വാർഷികാഘോഷത്തെ സംഘാടകർ നോക്കിക്കാണുന്നത്. മെയ് 24 രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ പഞ്ചാരിമേളം, ഒപ്പന, തിരുവാതിരക്കളി, നാടൻപാട്ട്, കവിതാവതരണം, മിമിക്രി, നാടകം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പൊതുയോഗത്തിൽ ട്രസ്റ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും വരും വർഷത്തെ കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ കൗൺസിലർമാരും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 38 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ കഥകളി സംഘാടനമായാലും കഥകളി ആസ്വാദനമായാലും അതിനൊക്കെ ഒരു വേറിട്ട മുഖം കേരളത്തിനാകെ നൽകുന്നതിന് ഈ കൊച്ചു ഗ്രാമത്തിലുള്ളൊരു സ്ഥാപനത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനമൊക്കെ ഉണ്ട്. ചിട്ടപ്പെട്ട പല കഥകളും ഇങ്ങനെ മറന്നു കിടക്കുന്ന ഘട്ടത്തിൽ അത്തരം കഥകളുടെ അകത്തുള്ള സൂക്ഷ്മ ലാവണ്യങ്ങൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്തരം കഥകളുടെ അവതരണം നടത്തുക, കഥകളിയിൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏത് എന്നതിനെപ്പറ്റി പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുക, അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ നടത്തുന്ന ശില്പശാലകൾ സംഘടിപ്പിക്കുക, പ്രസിദ്ധീകരണങ്ങൾ നടത്തുക, മാസ്റ്റർ പീസസ് പ്രസിദ്ധീകരിക്കുക, ഒരു സൈറ്റ് ആരംഭിക്കുക, മുദ്രാപീഠിക എന്ന രീതിയിൽ മുദ്രകളുടെ ശേഖരണം കേരളത്തിലും അല്ലെങ്കിൽ കഥകളി ലോകത്തിലും തുറന്നു കൊടുക്കുക തുടങ്ങി ട്രസ്റ്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എണ്ണമറ്റത് തന്നെയാണ്. അതിൽ അഭിമാനമുണ്ട് താനും. പക്ഷേ കഥകളിയേതരമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ വാസ്തവത്തിൽ കഥകളി ഒരു കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് എന്ന സംഘടനയെ സംബന്ധിച്ചുള്ള വേവലാതി, ഇതിനകത്ത് അംഗങ്ങളായവരും ഇതിന് സാമ്പത്തികമായി സഹായം നൽകുന്നവരൊക്കെ ശാഠ്യപൂർവ്വം പറയുകയാണ്, നിങ്ങൾ കഥകളിയിൽ നിന്ന് വ്യതിചരിക്കുന്നു. സംഘാടക സമിതി ചെയർപേഴ്സൺ രജിത നരിപ്പറ്റ, കൺവീനർ വിനോദ് കൃഷ്ണൻ, കെ ബി രാജാനന്ദ്, എൻ പീതാംബരൻ, ടി കെ അച്യുതൻ, സി മോഹൻദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഴ്ചപരിമിതിയെ അതിജീവിച്ച് USS നേടി കരിമ്പുഴ ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാനും അഭിനയയും. ആദ്യമായാണ് ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ USS സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത്. ആകെ 4 പേരാണ് സ്കൂളിൽ നിന്നും USS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2 പേരാണ് സ്കോളർഷിപ്പ് നേടിയത്. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ ആറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കീമിൻ്റെയും തസ്നിയയുടെയും മകനാണ് സ്കോളർഷിപ്പ് നേടിയ മുഹമ്മദ് സിനാൻ. ജന്മനാ പൂർണ്ണമായും കാഴ്ചയില്ലാത്ത മുഹമ്മദ് സിനാൻ ഹെലൻ കെല്ലർ സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം മുഹമ്മദ് സിനാൻ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. സ്കോളർഷിപ്പ് നേട്ടം വളരെ സന്തോഷം പകരുന്ന ഒന്നാണെന്നും തുടർന്നും മറ്റ് മത്സര പരീക്ഷകൾ എഴുതണമെന്നും ഭാവിയിൽ കലക്ടറാകണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും സിനാൻ പറഞ്ഞു. തനിക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്ന ആവശ്യവും സിനാൻ പങ്കുവച്ചു. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ആദ്യം ഞങ്ങൾ OMR ഷീറ്റ് നോക്കിയപ്പോൾ അതിൽ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ബിജുമാഷ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക്
വലുതായ കളക്ടർ ആവണം. 8ാം ക്ലാസ്സിൽ NMMS എഴുതണം. പിന്നെ കളക്ടർ ആവുന്നതിന് മുന്നേ എനിക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു വീട് വെക്കണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം. തേൻകുറിശി പഞ്ചായത്തിലെ മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിൽ അനന്തകൃഷ്ണന്റെയും സുഷമയുടെയും മകളാണ് സ്കോളർഷിപ്പിന് അർഹയായ അഭിനയ. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അഭിനയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിന് A ഗ്രേഡും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പ്ലാസ്റ്റിക് കെയിൻ വർക്കിൽ A ഗ്രേഡും നേടിയിട്ടുണ്ട്. സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ അഭിനയ വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. ഈ വിജയത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഒരു അധ്യാപികയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഭിനയ പറഞ്ഞു. എൻ്റെ പേര് അഭിനയ. ഞങ്ങൾക്ക് ഫസ്റ്റ് USS എഴുതിയിട്ട് ഞങ്ങളുടെ OMR ഷീറ്റ് നോക്കിയപ്പോൾ എനിക്ക് 60 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പിന്നെയായിരുന്നു എന്നോട് അജുമാഷ് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് USS കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. എനിക്ക് 8ാം ക്ലാസ്സിൽ NMMS എഴുതാനുണ്ട്. എനിക്ക് വലുതായ ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. എനിക്കിത് USS എഴുതാൻ എനിക്ക് കോച്ചിങ് തന്നത് അജു സാറും ദിവ്യ ടീച്ചറും ഒക്കെ ആയിരുന്നു. പിന്നെ നോബിൾ ടീച്ചർ, ലക്ഷ്മി ടീച്ചറൊക്കെ ജനറൽ നോളേജൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അജുമാഷും ദിവ്യ ടീച്ചറായിരുന്നു കൂടുതലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. PDF ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിലാക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നതിന് സ്കൂളിലെ എല്ലാ ജീവനക്കാരും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്നും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണിതെന്നും ഹെഡ്മിസ്ട്രസ് നോബിൾ മേരി ചാക്കോ പറഞ്ഞു. പഠനത്തിന് പുറമെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും സമർത്ഥരാണ് ഈ കുട്ടികളെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു. ഈ 2 കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയ ആളാണ് സ്റ്റേറ്റ് ലെവലിൽ. പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാണിപ്പോൾ. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അഭിനയ. അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് 2 പേരും. അതുപോലെ പ്രവൃത്തി പരിചയ മേളയിലുമൊക്കെ തന്നെ കുട്ടികൾ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 1000 പേർക്ക് തൊഴിൽ ലക്ഷ്യവുമായി ഏലംകുളം പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി റിസോഴ്സ് പേഴ്സൺമാർക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതാണ് വിജ്ഞാന കേരളം പദ്ധതി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതി തുടങ്ങി. പദ്ധതി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത റിസോഴ്സ് പേഴ്സൺമാർക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR മനോജ്, സ്വപ്ന സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗം സമദ് താമരശ്ശേരി, പഞ്ചായത്ത് കോർഡിനേറ്റർ K. മധു എന്നിവർ സംസാരിച്ചു. കില ജില്ലാ ഫെസിലിറ്റേറ്റർ A. ശ്രീധരൻ, കില ബ്ലോക്ക് കോർഡിനേറ്റർ M. ഗോപാലൻ, കീ റിസോഴ്സ് പേഴ്സൺ റഷീദ് പേരയിൽ എന്നിവർ പരിശീലന ക്ലാസുകൾ എടുത്തു. കമ്മ്യൂണിറ്റി അംബാസഡർ സാജിദ, കോർഡിനേറ്റർമാരായ O. അഫ്സത്ത്, VP സുഭാഷിണി, NK ഫവാസ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കൈരളി പദ്ധതിയിലൂടെ 10,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ജൂലൈ 9 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ KSEB ഡിവിഷൻ ഓഫീസ് പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ യോഗം ചേർന്നു. അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി C. അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിലും വൈദ്യുതി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും പ്രതിഷേധിച്ചാണ് ജൂലൈ 9 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി വൈദ്യുതി ജീവനക്കാർ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും പെൻഷനേഴ്സിന്റെയും സംയുക്ത സമരസംഘടനയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ഡിവിഷൻ സെക്രട്ടറി C. അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാഹുൽ S. അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. മോഹൻദാസ്, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസ്, വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. ഷബീർ അലി, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് P. അസീസ് എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. അപകട ദുരന്ത നിവാരണ സേനയായ മലപ്പുറം ജില്ലാ ട്രോമ കെയർ
പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾക്ക് പ്രാഥമിക ഒന്നാം ഘട്ട പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ പ്രാഥമിക ഒന്നാം ഘട്ട പരിശീലനത്തിൽ 80ഓളം പേർ പുതുതായി പരിശീലനം നേടി. അപകട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതിന് സജ്ജമാക്കാനാണ് പരിശീലനം നൽകിയത്. പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി പരിശീലനത്തിന് നേതൃത്വം നൽകി. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് യാസർ എരവിമംഗലം അധ്യക്ഷത വഹിച്ചു. മുൻ തഹസിൽദാർ ഹാരിസ് കപൂർ, ട്രോമ കെയർ ഡെപ്യൂട്ടി ലീഡർ സുമേഷ് മലമ്പൂർ, റഹീസ് കുറ്റീരി, ജീവകാരുണ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ, ട്രോമ കെയർ ജില്ലാ ട്രെയിനർമാരായ നാസർ, അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കൊട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞു നിൽക്കുന്ന സംഘടന, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും സജീവമായി നിൽക്കുന്ന സംഘടനകൾ ഏത് എന്ന് ഒരു കൈവിരലിൽ എണ്ണിയാൽ അതിനൊരു സ്ഥാനം ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ആ സംഘടന ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെയാണ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. ആ പ്രവർത്തനങ്ങൾ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്ന വ്യാപാരം എന്ന തൊഴിലിനെ ആശ്രയിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ എന്നുള്ള നിലയ്ക്ക് ആ വ്യാപാരത്തെ സംരക്ഷിക്കുന്ന, അതിന് വ്യാപാരത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ സംഘടന ശബ്ദമുയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരം സമര പരിപാടികളുടെയും പോരാട്ടങ്ങളുടെയും വിവരണമാണ് റിപ്പോർട്ടിൽ നാം കണ്ടത്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായി. യൂണിറ്റ് PRO K മുഹമ്മദ് ഹനീഫ അനുശോചന പ്രമേയവും യൂണിറ്റ് ജനറൽ സെക്രട്ടറി R സന്തോഷ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KA അബുലൈസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും കണക്കുകളും അംഗീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, ഷക്കീർ TP, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് V, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, മൊയ്തു ഹാജി, കേശവൻ തിരുവേഗപ്പുറ, യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗം K യൂസഫ് അലി, KP ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ്. ചെർപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991-93 VHSC ബാച്ചിൻ്റെ സ്നേഹസംഗമം നടത്തി. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ മുൻ അധ്യാപകരായ മാത്യു, പുഷ്പ, റജീന, കമലാദേവി, VHSCയിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ജയകുമാർ എന്നിവർ പങ്കെടുത്തു. അധ്യാപകർക്ക് സ്നേഹാദരവും നൽകി. ജയദേവൻ, പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. അലനല്ലൂർ കർക്കിടാംകുന്ന് KMMM AMLP സ്കൂളിലെ 3-4 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടകം PM മധു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈസി ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ ഷാക്കിറ അബ്ദുൽ ബദറും ഗണിതം മധുരം എന്ന വിഷയത്തിൽ നാരായണനുണ്ണിയും ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൗക്കത്ത് അലി, അനിത വിത്തനോട്ടിൽ, PTA വൈസ് പ്രസിഡന്റ് മനാഫ് ആര്യാടൻ, HN അബ്ദുൾ റസാഖ്, സ്കൂൾ മാനേജർ ഹബീബുള്ള എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പട്ടാമ്പി തൃത്താലയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. 57 വയസ്സുള്ള ഉഷാനന്ദിനിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുരളീധരൻ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചത്. കരുവാരക്കുണ്ട് വീണ്ടും കടുവാപ്പേടിയിൽ. പാന്ത്ര മദാരി എസ്റ്റേറ്റിന് സമീപം വീണ്ടും കടുവയെ കണ്ടു. നരഭോജി കടുവയെയാണ് കണ്ടതെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. കടുവയെ മുഖാമുഖം കണ്ടിട്ടും മയക്കുവെടി വയ്ക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. കോതകുറിശി സ്വദേശി മുഹമ്മദ് അലിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 1-ാം പ്രതി കോതകുറിശി സ്വദേശി മുത്തു പിടിയിലാവാനുണ്ട്. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കോഴി ഫാമിൽ തീപിടുത്തം. ഒരു ദിവസം പ്രായമുള്ള 2700-ലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായതെന്ന് ഫാമുടമ ഷമീൽ. എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവം. പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ കവർന്നതെന്ന് നേതാക്കൾ. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി.
ഇതുപുഴയിൽ കൃത്രിമ കയം ഉണ്ടാക്കുമെന്ന ആശങ്കയുമായി നാട്ടുകാർ. തടയണയുടെ നിർമ്മാണത്തിൽ അപാകതയെന്നും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.